ശിവദാസ്, നമ്മൾ പറഞ്ഞു വന്നത് പല വിധത്തിലാണ് അവിടെ വിവാദങ്ങൾ ഉണ്ടായത്. PDP ജമാഅത്തെ കൂട്ടുകെട്ടിനെ കുറിച്ചായാലും ഒരു പെട്ടി വിവാദം ഉണ്ടാക്കിയെടുക്കാൻ UDF ശ്രമിച്ചിരുന്നു. ഈ വിവാദങ്ങളെല്ലാം തന്നെ ഏത് രീതിയിലായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്? സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം നമുക്കറിയാം, അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. കൃത്യമായി പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയാണ് നിലമ്പൂരിൽ ഉള്ളത്. കാരണം LDF ആണെങ്കിലും UDF ആണെങ്കിലും PV അൻവർ സ്വതന്ത്രനായി മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ NDA മറുഭാഗത്ത് ശക്തമായ പ്രചാരണവുമായി രംഗത്തുണ്ടായിരുന്നു. കൃത്യമായി തന്നെ പ്രവചനം സാധ്യമായ ഒരു നില കൂടിയാണ് ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇവിടെ പ്രചാരണം കടന്നുപോയത്. അതുകൊണ്ട് തന്നെ വിവിധ വിഷയങ്ങൾ ഈ പ്രചാരണ സമയത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം നമ്മൾ രാവിലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രതികരണം എല്ലാം തന്നെ എടുത്തിരുന്നു. എല്ലാവരും വലിയ ആവേശത്തിൽ തന്നെയാണ് വോട്ടെടുപ്പിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. രാവിലെ തന്നെ ഏകദേശം 6:30 മുൻപ് തന്നെ ആളുകൾ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരുന്നു. 7 മണിക്കാണ് പോളിംഗ് ആരംഭിക്കുന്നത് എങ്കിൽ പോലും അതിന് തൊട്ട് മുൻപ് 6:30 മുൻപ് തന്നെ ആളുകൾ ഈ പോളിംഗ് ബൂത്തിലേക്കെല്ലാം തന്നെ എത്തിയിരുന്നു. വലിയ ഒരു നിര ചില ഇടങ്ങളിലൊക്കെ നമുക്ക് രാവിലെ തന്നെ കാണാൻ കഴിയും. പ്രതികൂല കാലാവസ്ഥ ഉണ്ട്. നിലവിലിപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥ അത്ര തണുത്തതല്ല, ചൂടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ തന്നെയാണ് നിലമ്പൂരിൽ ഉള്ളത്. ഇന്നലെ രാത്രിയൊക്കെ മഴ പെയ്തിരുന്നെങ്കിലും രാവിലെ അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ പോലും നിലവിൽ ഒരു മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കൂടുതൽ ആളുകളെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തി പോകുവാനുള്ള ഒരു തിരക്കിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് രാവിലെ കൂടുതൽ ആളുകളൊക്കെ ഓരോ പോളിംഗ് ബൂത്തുകളിലേക്കും എത്തുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു ഫലം തന്നെയായിരിക്കും നിലമ്പൂരിൽ നിന്നും ഉണ്ടാവുക. പ്രത്യേകിച്ച് ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് കേരളത്തിൻ്റെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഉള്ളത്. അതിൻ്റെ തൊട്ട് മുൻപ്, മാസങ്ങൾക്ക് മുൻപ് നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് അതിനു മുൻപുള്ള ഒരു സെമി ഫൈനൽ ആയിട്ടാണ് രാഷ്ട്രീയ നേതാക്കളും മുന്നണികളും മറ്റ് എല്ലാവരും ആ രീതിയിലാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പ്രചാരണമാണ് എല്ലാ മുന്നണികളും ഇവിടെ നടത്തിയിട്ടുള്ളത്. വിവിധ വിവാദ വിഷയങ്ങൾ അടക്കം ഇവിടെ ചർച്ച ചെയ്തിരുന്നു. നമുക്കറിയാം, UDFൻ്റെ ജമാഅത്തെ ഇസ്ലാമിക് കൂട്ടുകെട്ട്, അതോടൊപ്പം തന്നെ PDP LDF കൂട്ടുകെട്ട്, ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു ചർച്ച ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചർച്ച ചെയ്തിരുന്നു. അതെല്ലാം സ്വാഭാവികമായും ഈ തിരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഒരു മതമൗലികവാദ സംഘടനകളുമായുള്ള ഒരു കൂട്ടുകെട്ട്, അത് ഇടത് വലത് മുന്നണികൾ അത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടുമായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഈ നിലമ്പൂരിനെ സംബന്ധിച്ച് ഒരു അവികസിത നിയമസഭാ മണ്ഡലം കൂടിയാണ്. ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ച ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. ഇവിടെ പക്ഷേ കൃത്യമായ ഒരു വികസനം നടക്കാത്ത ഒരു മണ്ഡലം കൂടിയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ നിരവധി ഉള്ള ഒരു മണ്ഡലം. ബൈപ്പാസ് പോലും കൃത്യമായി വർഷങ്ങളായി ഒരു സ്വപ്നമായി അവശേഷിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ കേരളത്തിൽ തന്നെ മലയോര മേഖല വനവാസികളെല്ലാം തന്നെ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടം കൂടിയാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അവരുടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ട്. വന്യജീവി ശല്യം അതിരൂക്ഷമായ ഒരു ഇടം കൂടിയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇടത് സ്ഥാനാർത്ഥി സ്വരാജ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി വരികയാണ്. ഈ മാങ്കൂത്ത് LP സ്കൂളിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. മുതിരിയിൽ, അതായത് നിലമ്പൂർ നഗരസഭയിലെ തന്നെ ഒരു സ്കൂളാണ് ഈ മാങ്കൂത്ത് സ്കൂൾ. ഇവിടെ ഇടത് സ്ഥാനാർത്ഥി M സ്വരാജ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അച്ഛനോടൊപ്പം ആണ് ഈ പോളിംഗ് ബൂത്തിലേക്ക് വന്ന് വോട്ട് രേഖപ്പെടുത്തിയത്. അതിനുശേഷം അദ്ദേഹം പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തും. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് 10 മണിക്കാണ് വോട്ട് രേഖപ്പെടുത്തുക. ഇങ്ങനെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഈ 3 സ്ഥാനാർത്ഥികൾക്കും ഇവിടെ വോട്ട് ഈ മണ്ഡലത്തിൽ തന്നെയാണ് വോട്ടുള്ളത്. മറ്റ് ചില സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും മണ്ഡലത്തിൽ വോട്ടുണ്ട്. PV അൻവറിന് ഈ മണ്ഡലത്തിലല്ല വോട്ട്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ മറ്റ് ആളുകളെയൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്.